കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രെത്ത് ഹോൾഡിംഗ് സ്പെല്ലിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ എല്ലാ തവണയും ഇങ്ങനെ വരുന്നത് ബ്രെത്ത് ഹോൾഡിംഗ് സ്പെല്ല് ആവണമെന്നും ഇല്ല. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അപകട ലക്ഷണങ്ങളെന്ന് നമ്മൾ പറയാം. ചില കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് അണ്ടർലൈൻ രോഗലക്ഷണങ്ങളുടെ ഒരു പ്രകടനമായിട്ടും ഇങ്ങനെ വരാം. ചിലപ്പോൾ ഫിറ്റ്സ് വരുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും അണ്ടർലൈൻ കാർഡിയോളജിക്കൽ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ അത് നമ്മൾ കണ്ടുപിടിക്കാതെ പെട്ടെന്ന് അവർ വളർന്ന് വലുതായി വരുന്നതിനനുസരിച്ച് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതും ആയിരിക്കും. അപ്പം ഒരു കുഞ്ഞ് അസാധാരണമായിട്ട് ബോധക്ഷയം കാണിക്കുക, ഫിറ്റ്സ് പോലെ അല്ലെങ്കിൽ അപസ്മാരം പോലെ വരിക, തല കറങ്ങി വീഴുക, നീല നിറത്തിലാകുക, അങ്ങനെ വരുമ്പോൾ നമ്മൾ അസാധാരണമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊച്ചു കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും കുഞ്ഞിൻ്റെ ഓക്സിജൻ്റെ ലെവൽ നോക്കുകയും സംടൈംസ് ഇത് അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കുകയും ബ്രെയിനിൻ്റെ പ്രവർത്തനക്ഷമത നോക്കുന്ന EG എടുക്കുകയും, അതല്ല കുഞ്ഞ് നീല നിറത്തിലായി പോകുന്നു, കുഞ്ഞിന് മറ്റ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ എക്കോ എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ ബ്രെത്ത് ഹോൾഡിംഗ് സ്പെല്ലിന് നമ്മൾ അയൺ സപ്ലിമെന്റേഷൻ ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും സെക്കൻഡറി കോസസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. ഒരു ഡോക്ടർ സെക്കൻഡറി കോസസ് റൂൾ ഔട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഭയപ്പെടാതെ കൃത്യമായിട്ടത് ചെയ്യേണ്ടതാണ്. താങ്ക്